ദൈവനാമം മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. തിരുവചനത്തിൻ്റെ ഒരു വാക്യം വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളുടെ അടുത്തു വരും. യാക്കോബ് 4:8 അപ്പോൾ ബ്രീസ്ലാമയുടെ തിരുവചനത്തിൻ്റെ ചില ആലോചനകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ അരികിലേക്ക് അടുത്ത് ചെല്ലുവിനെന്നാണ്. എത്ര പേർ ദൈവത്തിൻ്റെ അരികിലേക്ക് അടുത്ത് ചെല്ലുന്നു? എങ്കിൽ മാത്രമേ ദൈവം അടുത്ത് വരുമെന്നാണ് ഇവിടെ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാം ദൈവത്തിൻ്റെ അടുത്ത് ചെന്നെങ്കിൽ മാത്രമേ ദൈവം നമ്മുടെ അടുത്ത് വരൂ. ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലുവാൻ പലരും മടിച്ചു നിൽക്കുമ്പോൾ, പലരും ദൈവത്തിൻ്റെ വഴിയിൽ ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലാൻ താല്പര്യമില്ലാതിരിക്കുമ്പോൾ, ആരാണ് ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലാൻ ആഗ്രഹിക്കുന്നത്? അവരെ ദൈവം അനുഗ്രഹിപ്പാൻ ദൈവം ആലോചന ഇടുകയാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കാണാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുകയാണ്. ഇന്ന് പലരും ദൈവത്തിൻ്റെ അരികിലേക്കല്ല ചെല്ലുന്നത്. പലരും പലവിധമായ കാര്യങ്ങൾക്ക് വേണ്ടി പലരും പൊയ്ക്കൊണ്ടിരിക്കുക. പ്രാർത്ഥിക്കാൻ സമയമില്ല, ദൈവവചനം കേൾക്കാൻ സമയമില്ല, ഭൗതിക തലങ്ങളിലേക്ക് അവർ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും. അത് ദൈവത്തെ ആരാധിക്കുന്ന ഇടത്താണ് ചെല്ലേണ്ടത്. സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ജനത്തിൻ്റെ അരികിൽ ചെല്ലണം. അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ അരികിലേക്കാണ് നാം ചെല്ലുന്നത്. ഹല്ലേലൂയ. ആത്മാവിൻ്റെ സന്ദേശത്തിൽ എഴുതിയിരിക്കുന്ന ഉള്ളടക്കങ്ങൾ ദൈവത്തെ അറിയുന്ന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലുന്ന എത്ര പേരുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കേണ്ടതായ വിഷയങ്ങളാണ്. ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലുക എന്ന് പറയുമ്പോൾ സ്വയമായി ചെല്ലണം, മറ്റുള്ളവരുടെ നിർബന്ധത്താലല്ല. ഞാൻ ഈ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചത് മറ്റുള്ളവരുടെ നിർബന്ധത്താൽ പോയതല്ല, സ്വന്തമായി തന്നെയാണ് യേശുവിൻ്റെ അരികിലേക്ക് അല്ലെങ്കിൽ യേശുവിനെ വിശ്വസിച്ചത്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ വിടുതലുകളെ കാണാൻ കഴിയും. സ്തോത്രം. എനിക്ക് ഒരേ ആഗ്രഹമാണ് ദൈവത്തിൻ്റെ വചനം പഠിക്കുകയും അത് മറ്റുള്ളവരെ പറഞ്ഞ് കൊടുക്കുകയും ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് അത് സാധ്യമായിക്കൊണ്ടിരിക്കുന്നു. കാരണം യൂട്യൂബ് ചാനലിലൂടെ പ്രസംഗിക്കുവാനുള്ള അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആലോചന പറയാനുള്ളതായ അവസരങ്ങളും സാഹചര്യങ്ങളും ഇപ്പോൾ എനിക്കുണ്ട്. എൻ്റെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പഠനമെന്ന് പറയുന്നത് തിരുവചനം തന്നെയാണ്. എൻ്റെ ചില ചോദിക്കുക എന്താ പഠിക്കുന്നതെന്ന്. ഞാൻ പറയും ഇസ്ലാമിക ബൈബിളാണ് പഠിക്കുന്നത്. ലോകത്തിൽ ഞാൻ പഠിക്കുന്നത് ദൈവവചനം തന്നെയാണ്.
പലരും എനിക്കെതിരായിട്ട് പലരും പറയുന്നവരുണ്ട്, എനിക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നവരുണ്ട്, എനിക്കെതിരായിട്ട് സ്തോത്രം നിൽക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് അതൊന്നും വിഷയമല്ല. കർത്താവ് എന്നെ വിശ്വസിച്ചതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്ന് പറയുന്നത്, ദൈവത്തെ അന്വേഷിക്കുക. ഒന്ന്, ദൈവത്തെ അന്വേഷിക്കുക. രണ്ട്, ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലുക. യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ വേളയിൽ ഒരു രോഗി, അതായത് രക്തസ്രാവം വളരെ മൂർച്ചയേറിയ ഒരു രോഗിയായിരുന്നു. ആ സഹോദരിക്ക് വളരെ അന്നത്തെ കാലഘട്ടത്തിൽ വളരെ സ്വത്തുള്ളതാണ്, വളരെ പറമ്പൊക്കെ ഉള്ളതാണ്. അതൊക്കെ വിറ്റ് കുറച്ച് വിറ്റ് പൈസ കൊണ്ടുവന്ന് ചികിത്സിച്ച്, വൈദ്യനെ കൊണ്ട് ചികിത്സിച്ച്, പക്ഷേ രോഗത്തിന് സൗഖ്യം ഉണ്ടായില്ല, അല്ലെങ്കിൽ രോഗം ഭേദമായില്ല. വളരെ നിരാശയുടെ, ഒറ്റപ്പെട്ട, തള്ളപ്പെട്ട, അന്ന് ഇങ്ങനെയുള്ള രോഗികളായിരിക്കുന്ന ഒരു പാളയത്തിൻ്റെ പുറത്താണ് ആക്കുന്നത്. അങ്ങനെ വെറുക്കപ്പെട്ട അനുഭവങ്ങളിൽ ഈ സ്ത്രീ യേശു വരുന്ന അറിഞ്ഞു. സ്തോത്രം. യേശു ശിഷ്യന്മാരും ആ വഴി വരികയാണ്. പക്ഷേ തിരുവചനത്തിൽ യേശുവിനെ തൊട്ടവർക്കാണ് സൗഖ്യം ഉണ്ടായത്. പക്ഷേ ഈ സ്ത്രീ ചെയ്ത് യേശുവിനെ തൊട്ടില്ല, മറിച്ച് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തുന്നലിൽ തൊട്ട്. ഹല്ലേലൂയ. അങ്ങനെ അതിൽ നിന്നൊരു ശക്തി പുറപ്പെട്ട് ഈ സ്ത്രീയുടെ രോഗം സൗഖ്യമായി. ഒന്ന്, യേശുവിൻ്റെ വസ്ത്രത്തിലാണ് തൊട്ടത്. സ്തോത്രം. അപ്പോൾ യേശുവിൻ്റെ വസ്ത്രത്തിൽ വിടുതലുണ്ട്. സ്തോത്രം. യേശുവിനെ ഒന്ന് അറിയുക എന്നുള്ളതായിരുന്നു. രണ്ട്, സൗഖ്യം പ്രാപിക്കുക. മൂന്ന്, ഭവനത്തിൽ മടങ്ങിപ്പോവുക എന്നുള്ളതായിരുന്നു സ്ത്രീയുടെ ലക്ഷ്യം. പക്ഷേ യേശു അവളെ സൗഖ്യം കൊടുത്തു. ഇതുവരെ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നവർ ഉണ്ടെങ്കിൽ, വിടുതൽ പ്രാപിക്കാതിരിക്കുന്നെങ്കിൽ, നീ യേശുവിൻ്റെ വസ്ത്രത്തിലെങ്കിലും തൊട്ടാൽ മതി. നിനക്ക് വിടുതൽ നടക്കും. ദൈവം വിടുവിക്കും. പ്രൈസ് സ്തോത്രം. എന്നിലും നിന്നിലും ദൈവാത്മാവ്, അഭിഷേകത്താൽ നിറച്ചിട്ടുണ്ട്. ചിലർ പറയുന്നത്, പ്രീസലാമേ, എന്തോ എന്നിലും നിന്നിലും എന്തോ ശക്തി, പിശാചിൻ്റെ ശക്തി കയറിയിരിക്കുന്നതെന്നാണ് ചിലർ പറഞ്ഞ് ധരിപ്പിച്ചു വെച്ചിരിക്കുന്നത്. എന്തൊക്കെ രീതിയിലാണ് മനുഷ്യനെ മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അറിയോ മനുഷ്യൻ. എന്തോ പിശാച് കൂടിയിരിക്കുകയാണെന്ന്. സ്തോത്രം. യേശുവിനോടും പറഞ്ഞായിരുന്നു, നിന്നിൽ ഭൂതമുള്ളതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതാണ് ഈ അത്ഭുത അടയാളങ്ങൾ. യേശുവിനെ ഹല്ലേലൂയ കളിയാക്കിയിരുന്നു. ഇതുപോലെ ഇന്നും യെരൂശലേമേ ഹല്ലേലൂയ, എന്നിൽ ഭൂതമുണ്ടെന്ന് പറയും. സംഭവം എന്തുവാ? ദൈവാത്മാവ് പ്രാപിച്ചാൽ നമ്മളിതൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നത്. മാത്രമല്ല, ഭൂതമുണ്ടെങ്കിൽ ഭൂതത്തിൻ്റെ പ്രവൃത്തി ചെയ്യും. ഭൂതമുള്ളവൻ എവിടാ? ഭൂതം പ്രാപിച്ചവരെവിടാ നിൽക്കുന്നത്? ശവക്കല്ലറകളിലും ഗുഹകളിലും വീട് വിട്ടും ചങ്ങലകളാ ബന്ധിക്കപ്പെട്ട് ഒക്കെ പോയി കിടക്കുന്നത്. അങ്ങനെയുള്ളവരാ ഭൂതം ബാധിച്ചവർ. ദൈവാത്മാവ് പ്രാപിക്കുകയും ദൈവികമായി ജീവിക്കുകയും ചെയ്യുന്നവർക്ക് ബോധമുണ്ടെന്ന് പറയുന്ന ഒരു ലോകത്താണ് നാം ആയിരിക്കുന്നത്. അന്യഭാഷകൾ സംസാരിക്കുമ്പോൾ അവനിൽ ബോധമുണ്ടെന്നാണ് പലരും പറയുന്നത്. എത്ര വിവരമില്ലാത്തവന്മാരെ ലോകത്തുള്ളതെന്നറിയാമോ? സ്തോത്രം. ഹല്ലേലൂയ. ദൈവം യെരൂശലേമേ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. ഒന്ന്, നമ്മളിലുള്ള ഭൂതം ഒക്കെ പോയി.
ബോധമൊന്നുമില്ല. യേശുവാണ് നമ്മെ നയിക്കുന്നത്. അതായത് സർവശക്തനായ ദൈവം എന്നെ നിന്നെ നയിക്കുന്നത് സർവശക്തനായ ദൈവമാണ്. കുറവുകളും കുറ്റങ്ങളും ഒക്കെ മനുഷ്യനായി ഉണ്ടാവും. മനുഷ്യനായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വീഴ്ച ഉണ്ടാവും. പക്ഷേ പരിഹാരം തരുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ക്രിസ്തുവോ, യേശു ക്രിസ്തുവിലൂടെ നമുക്ക് വിടുതലുണ്ട്. സ്തോത്രം. ഇവിടെ ഞാൻ പറഞ്ഞത് ഹല്ലേലൂയ സ്തോത്രം, വസ്ത്രത്തിലാണ് തൊട്ടത്. ഒന്ന് വസ്ത്രത്തിൽ മാത്രം തൊട്ടത് സൗഖ്യമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് യേശു മണ്ണിൽ തുപ്പി ചേറുണ്ടാക്കി കുരുടൻ്റെ കണ്ണിൽ തേച്ചു കൊടുത്ത് അവൻ കാഴ്ചയുള്ളവനായി മാറി എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ തുപ്പലിന് പോലും സൗഖ്യമുണ്ട്. ഒന്ന് യേശു തുപ്പി, രണ്ട് ചേറുണ്ടാക്കി, മൂന്ന് കണ്ണിൽ തേച്ച് അവൻ സൗഖ്യമുള്ളവനായി വന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ സന്ദേശത്തിന് ഉള്ളടക്കത്തിലിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രവർത്തികൾ യേശു ചെയ്തത് പുരുഷാരം കാണുകയാണ് ദൈവം ചെയ്തത്. പല അത്ഭുതങ്ങളും. ഹല്ലേലൂയ. യേശുവിൽ വിടുതലുണ്ട്, യേശുവിൽ സൗഖ്യമുണ്ട്, യേശുവിൽ അത്ഭുതമിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ വിശ്വാസങ്ങളും കാഴ്ചപ്പാടുകളും ഒന്നും കളയണ്ട. നമ്മുടെ വിശ്വാസവും കാഴ്ചപ്പാടുമൊക്കെ നല്ലത് തന്നെയാണ്. ഈ ലോകത്തിൽ എന്നെ നിന്നെ വിടുവിക്കുവാൻ കർത്താവായ യേശു അല്ലാതെ വേറെ ഒരു ദൈവമില്ല. ഭൂമിയിൽ ഒരു മനുഷ്യരുമില്ല നമ്മെ വിടുവിക്കുവാൻ. ഏറ്റവും സ്നേഹിതർ, ബന്ധുക്കൾ, ചർച്ചക്കാർ, അങ്ങനെ അനേകർ നമുക്കുണ്ട്. പക്ഷെ അവരാരും നമ്മെ വിടുവിക്കത്തില്ല. നമ്മെ വിടുവിക്കുവാൻ അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടികർത്താവായ നസ്രയനായ യേശു ക്രിസ്തുവിന് മാത്രമേ നമ്മെ വിടുവിക്കാൻ കഴിയൂ. അവൻ്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുക. പ്രതികൂലങ്ങളെ തച്ചുടയ്ക്കുന്ന ദൈവം, പ്രതിസന്ധികളെ തച്ചുടയ്ക്കുന്ന ദൈവം, പ്രതിഘട്ടങ്ങളെ തച്ചുടയ്ക്കുന്ന ദൈവം, അനുകൂലമായി പ്രവർത്തിക്കുന്ന ദൈവം, അനുഗ്രഹത്തിൻ്റെ നാഥനായ ദൈവം തൻ്റെ കരമയച്ചു പ്രവർത്തിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ഞാനിൽ കേൾക്കുന്ന പ്രിയരെ, വിവിധ സ്ഥലങ്ങളിൽ ആയിരിക്കുന്നവർ, നിങ്ങളോട് ദൈവത്തിൻ്റെ ആലോചന പറയുന്നു. പ്രൈസ് അലാമേ, ഹല്ലേലൂയ. ഈ നാഥൻ്റെ ഹല്ലേലൂയ വസ്ത്രത്തിലൊന്ന് തൊട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്താൽ ജയം. പ്രൈസ് അല്ലാഹ്. വിടുതലുണ്ട്. പ്രൈസ് അലാമേ, സ്തോത്രം. പത്രോസ് കാരാഗൃഹത്തിൽ അടക്കപ്പെട്ടപ്പോൾ യേശുവിനെ തൊട്ടേന്നുമില്ല. ഒന്ന് പാടി, ഒന്ന് ദൈവത്തെ ഒന്ന് ആരാധിച്ചത് കണ്ട് ചങ്ങല പൊട്ടി, ബന്ധനം അഴിഞ്ഞു. പ്രൈസ് അല്ലാഹ്. അപ്പോൾ ആത്മാവിലും വിടുതലുണ്ട്. യേശുവിനെ തൊടണ്ട. യേശു ജീവനോട് ഉള്ള കാലഘട്ടങ്ങളിൽ, അതായത് മനുഷ്യനായിരിക്കുന്ന കാലഘട്ടത്തിൽ, മനുഷ്യത്വത്തിലായിരിക്കുമ്പോൾ പലരും പല കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുത്ത്. ഇന്നതല്ല, ആത്മാവിൽ വിടുതലുണ്ട്. അത് തെളിയിച്ചു, പത്രോസ് തെളിയിച്ചു. പ്രൈസ് അല്ലാഹ്, സ്തോത്രം. ആത്മാവിൻ്റെ വിടുതൽ. ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ വിടുതലുണ്ട്. ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ബന്ധനമഴിയും. ആത്മാവിൽ പ്രസംഗിക്കുമ്പോൾ സ്തോത്രം ചങ്ങല പൊട്ടും. സ്തോത്രം. ദൈവം ചെയ്വെടുക്കും. ദൈവത്തിൻ്റെ ആലോചന നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റുവാൻ യേശുവിന് മാത്രമേ കഴിയൂ. യേശുവിനെ വിശ്വസിച്ചതുകൊണ്ട് മാന്യമായി ജീവിക്കാനുള്ള അറിവ് യേശുവിൽ കൂടെ ലഭിച്ചു. എന്നാൽ ചിലർ അതിനെതിരായിട്ട് നിൽക്കുക, മാന്യമായി ജീവിക്കാൻ സമ്മതിക്കത്തില്ല. മദ്യപാനവും കുടിച്ചു, പിടിവലിച്ചു, സിനിമയും കണ്ട് ലോകത്തിൻ്റെ പാവവഴികൾ ജീവിച്ചു കഴിഞ്ഞാൽ അനേകർക്ക് വലിയ സന്തോഷമാണ്. പക്ഷേ ഇതൊന്നും പോകാതെ മാറി ഇന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ച് ദൈവികമായി ജീവിക്കുന്നത് ചിലർക്ക് പുച്ഛ. സ്തോത്രം. ഹല്ലേലൂയ. ഈ ദൈവം പ്രൈസ് അല്ലാഹ്
മാറാത്തവനായ ദൈവമാണ്. എന്നെ വിളിച്ച ദൈവം യേശു ക്രിസ്തുവാ. ഞാൻ യേശുവിൽ നിന്ന് മാറില്ല. യേശു കൂടെ തന്നെ ജീവിക്കും, യേശു കൂടെ തന്നെ മരിക്കും. ലോകം ആരും പ്രീസലോ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും അരുമനാഥനായ യേശുവിന് വേണ്ടി ഞാൻ ജീവിക്കും. കാരണം ഈ ലോകത്തിൽ പ്രീസലാമേൻ ഒരു ദൈവം എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തുവാണ്, ഉയർത്തെഴുന്നേറ്റ യേശു. എൻ്റെ രോഗശൈലിയിലും എൻ്റെ അപകട വേളയിലും എൻ്റെ അനർത്ഥന സംഭവങ്ങളിലും ഒക്കെ ദൈവം വിടുവിച്ച് നടത്തിയ ദൈവമാണ്. മരണത്തിൻ്റെ അനുഭവങ്ങൾ പലവിധമായിട്ട് ജീവിതത്തിൽ വന്നിട്ടുണ്ട്. 1, 2 അല്ല, 7 പ്രാവശ്യം. പക്ഷേ അവിടെ നോക്കാൻ ദൈവം വിടുവിച്ചു. ജീവനോടിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. സ്തോത്രം. ആ ദൈവത്തെ ഞാൻ നന്ദിയോടെ സ്തുതിക്കുകയാണ്. അരുമനാഥനായ ദൈവം മനുഷ്യത്വത്തിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ പോയി കെട്ടിപ്പിടിച്ചേനെ. സ്തോത്രം. ഇപ്പോൾ ഞാൻ ആത്മാവിൽ എൻ്റെ നാഥനെ ആരാധിക്കുന്നു. സ്തോത്രം. യേശുവിൻ്റെ അത്ഭുതമായി പ്രവൃത്തി ഹല്ലേലൂയ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ ദൈവം എത്ര നല്ലവനായ ദൈവമാണ്. ഈ ലോകത്തിൽ 30, 60, 70, 80 വർഷമായി ജീവിച്ചിട്ട് യാതൊരു അർത്ഥമില്ല. യേശു ഇല്ലെങ്കിൽ യേശുവിലുള്ളതായ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ദൈവം നമുക്ക് അവസരങ്ങൾ ഒരുക്കി തരുന്നു. എന്നാൽ യഥാർത്ഥമായ ദൈവഭക്തന്മാർക്ക് പ്രതികൂലങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, കഷ്ടതകളുണ്ട്, തള്ളപ്പെടും, പല അനുഭവങ്ങൾ വരും. പിശാച് പല പദ്ധതികൾ കൊണ്ടിട്ട് നമ്മെ പോരാടും. എന്നാൽ അവിടെ ജയം തരുന്ന ഒരു ദൈവമുണ്ട്, കർത്താവായ യേശു ക്രിസ്തു. യേശുവിൻ്റെ കരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, യേശുവിൻ്റെ അരികിലേക്ക് ചെല്ലണം. ദൈവജനം പറഞ്ഞതുപോലെ ഈ രക്തസ്രാവമുള്ള സ്ത്രീ യേശുവിൻ്റെ അരികിലേക്ക് ചെന്നു. സ്തോത്രം. ഹല്ലേലൂയ. യേശുവിൻ്റെ അരികിലേക്ക് ചെല്ലുക, ഇല്ലെങ്കിൽ യേശു നിന്റെ അരികിലേക്ക് വരും. 2 രീതിയിലാണ്. സ്തോത്രം. യേശുവിൻ്റെ അരികിലേക്ക് നീ ചെല്ലുക, യേശു നിന്നെ ഏറ്റെടുക്കും. 1, യേശുവിൻ്റെ അരികിലേക്ക് നീ ചെല്ലുക, യേശു നിന്നെ ഏറ്റെടുക്കും. അല്ലെങ്കിൽ യേശു നിന്റെ അരികിലേക്ക് വരും, യേശുവിനെ നീ ഏറ്റെടുക്കണം. തെളിവുണ്ട്. സക്കായി കാട്ടത്ത് മരത്തിൽ കയറി യേശു അവൻ്റെ അരികിലേക്ക് ചെന്നു. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. യേശു നമ്മുടെ അരികിൽ വരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ പ്രയാസങ്ങളെ, ബുദ്ധിമുട്ടുകളെ, ഞെരുക്കങ്ങളെ, പ്രതിസന്ധികളെ, ജീവിതത്തിൽ പോരാടുന്ന സകല പോരുകളെയും വിടുവിക്കുവാൻ യേശു അരികിൽ വന്ന് നമ്മെ സഹായിക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ. സ്തോത്രം. യേശുവിൻ്റെ അത്ഭുതമായ കരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വിടുതലുകളെ നമുക്ക് കാണാൻ കഴിയും. ദൈവം കാലാകാലങ്ങളിൽ ദൈവം തൻ്റെ കരങ്ങളിൽ തൻ്റെ ജനത്തെ എടുത്തുപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലുക, ദൈവത്തിൽ നമുക്ക് അനുഗ്രഹം പ്രാപിക്കാൻ കഴിയും. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിൻ്റെ ആൾ പറയുന്നു, ദൈവത്തിൻ്റെ അരികിൽ വന്നാൽ ദൈവത്തിൻ്റെ ആലോചന അനുസരിച്ച് ജീവിക്കണം. എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ദൂതനോട് പറയുന്നത്, ശൗൽ ദൈവാലോചനയെ ജീവിച്ചൊരു വ്യക്തിയാണ്. പക്ഷേ ദാവീദിനെതിരായി, അഭിഷക്തനെതിരായി എഴുന്നേറ്റ് അവസാനം അന്ത്യം ശൗലിൻ്റെ രാജ്യവും പോയി, ശൗലും പട്ടുപോയി മരുഭൂമിയിൽ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവകൃപയുള്ള ദൈവദാസന്മാർക്കെതിരായി ആരെങ്കിലും എഴുന്നേൽക്കുന്നെങ്കിൽ ദൈവം ഹല്ലേലൂയ സ്തോത്രം മാറി നിൽക്കില്ല, ദൈവം തൊടും. സ്തോത്രം. ഈ അനുഭവം തന്നെയാണ്. വിശ്വാസി ദൈവദാസന്മാർക്ക് വേണ്ടി എതിരായി നിന്നാൽ ദൈവം സന്ദർശനം ഉണ്ടാവും. ഇവിടെ ദാവീദിന് എതിരായി നിന്നതുകൊണ്ടാണ് ശൗൽ പട്ടുപോയത്. ദാവീദിന് എതിരായി നിന്നില്ലെങ്കിൽ ശൗൽ പട്ടുപോകില്ലായിരുന്നു. പക്ഷേ സ്തോത്രം, അങ്ങനെ എതിരായി നിന്നതുകൊണ്ടാണ് ശൗല് അതായത് അഭിഷേകത്താൽ നശിച്ച്
പട്ടുപോയി. പിന്നെ രണ്ടാം ദാവീദിനെയാണ് അഭിഷേകം ചെയ്ത് രാജ്യം ദൈവം ഏൽപ്പിച്ചത്. ദൈവം പ്രൈസലാമേ ഹല്ലേലൂയ. കാല നിർണയങ്ങളിൽ സ്തോത്രം. ദൈവത്തിന് വേണ്ടി നിലനിൽക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ അരികിൽ വന്നിട്ട് ശിക്ഷ മേടിച്ച് പലരും മരുഭൂമിയിൽ പട്ടുപോകുമ്പോൾ ദൈവം പ്രൈസലാം ദൈവത്തിൻ്റെ അനുഗ്രഹം മേടിച്ച് പലരും അനുഗ്രഹമായ നിലയിൽ മുന്നോട്ട് പോകുമ്പോൾ ഏതാണ് നാം തിരഞ്ഞെടുക്കേണ്ടത്? അത് അവരവരുടെ കർത്തവ്യങ്ങളാണ്. ഇസ്രായേൽ ജനം പ്രൈസലാമേ പട്ടണം ഇരിക്കുമ്പം തന്നെ അവർ പ്രൈസലാമേ മുറുകുറുത്തു. ഭക്ഷണം ചവച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധി അവിടെ ഇറങ്ങി. പ്രൈസലാമേ ഹല്ലേലൂയ. അഹങ്കാരത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും സ്തോത്രം ജീവിതത്തിൻ്റെ നെറുകയിൽ മനുഷ്യൻ അഹങ്കരിക്കുമ്പോൾ കിട്ടുന്നതായ ശിക്ഷയാണ് അവിടെ കാണിക്കുന്നത്. ദൈവം പ്രൈസലാമേ ഹല്ലേലൂയ തൻ്റെ കരമയച്ച് പ്രവർത്തിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. സ്വർഗം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ദൈവം പലരെയും കരഞ്ഞെടുത്ത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ദൈവം പ്രൈസലാമേ ആശ്വാസം തരുവാൻ ശക്തനായ ദൈവമാണ്. ആരെങ്കിലും ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ താഴ്വരയിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ മുട്ടുമടക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ദൈവം നിൻ്റെ അവസ്ഥകൾക്ക് ദൈവം വിടുതൽ നൽകും. സ്തോത്രം. ലോകത്തിൽ വിടുവിക്കുവാൻ ഒരുവന് മാത്രമേ കഴിയൂ, നസറേയനായ യേശു ക്രിസ്തുവിന്. അതുകൊണ്ട് ദൈവത്തിൻ്റെ അരികിലേക്ക് നാം ചെല്ലണം. ഇല്ലാതെ ഒരു കാര്യം നടക്കില്ല. പലര് വിടേണ്ട വിടുവുമില്ല, ദൈവത്തിൻ്റെ അരികിൽ പോകുമില്ല. കശത്തിരിക്കുന്ന ഇരിക്കുകയും വേണം, തറയിൽ ഇരിക്കുകയും വേണം എന്നുള്ള രീതിയിലുള്ള ആൾക്കാരുണ്ട്. അതായത് കശത്തിരിക്കുന്ന അവിടെ ഇരിക്കുകയും വേണം, മേല് ഇത്തരത്തിലിരിക്കുന്നത് ഇരിക്കുകയും വേണം. ഒന്നീ പ്രൈസലാമേ ഹല്ലേലൂയ ഒരു തീരുമാനത്തിലേക്ക് നാം വരണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ശക്തമായ വിടുതലുകളെ അനുഭവിപ്പാൻ നീ ഒരുക്കമാണെങ്കിൽ വിടേണ്ടത് വിട്ടുകൊണ്ട് ദൈവസ്ഥാനത്തിലേക്ക് വന്നെങ്കിലേ ദൈവം എന്തെങ്കിലും ചെയ്യാൻ കഴിയും. ജീവിതം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഈ ലോക ജീവിതം വളരെ പ്രയാസം നിറഞ്ഞതാണ്. പലരും കൊടീശ്വരന്മാരുടെ വീട്ടിൽ ജനിച്ചവരല്ല. കൊടീശ്വരന്മാരുടെ വീട്ടിൽ ജനിച്ചിരുന്നെങ്കിൽ ഒന്നും ചെയ്യേണ്ട, ഭക്ഷണവും പൈസയൊക്കെ അവിടെ ഉണ്ടാവും. വളരെ സമയത്തിന് കഴിച്ചു ഉറങ്ങി സന്തോഷമൊക്കെ പോകാം. എന്നാൽ ചിലർ പ്രൈസലാമേ എവിടെയെങ്കിലും പോയെങ്കിലേ എന്തെങ്കിലും ജീവിതമാർഗം ഉണ്ടാവും. കാരണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ജോലി ചെയ്തെങ്കിൽ ജീവിതമാർഗം ഉണ്ടാവും. അന്നേക്കുള്ളത് കഴിഞ്ഞു പോകുന്നവരുണ്ട്, പാവപ്പെട്ടവർ. ഈ പാവപ്പെട്ടവരുടെ മേളിൽ കുതിരേറാൻ വരിക. സാധാരണ ദൈവദാസന്മാരുണ്ട്, അവരെവിടെയെങ്കിലും പോയി പ്രാർത്ഥിച്ച് ഒക്കെ പോയാൽ വല്ല സ്തോത്രം ഭക്ഷണം പോലും കഴിക്കുന്നത്. കാരണം അവന് ഒഡീഷനല്ല, ആരുമില്ല സഹായിപ്പാൻ ആരുമില്ല. അന്നേക്കുള്ളതൊക്കെ വളരെ വേദനകരമായ അനുഭവങ്ങളിൽ കൂടെയൊക്കെ കടന്നൊക്കെ പോവുകയാണ്. അത് മറ്റുള്ളവർ അറിയുന്നില്ല. എന്നാൽ കൊടീശ്വരന്മാരുണ്ട്, പൈസ ഉള്ളവരുണ്ട്, അവർ ഒന്നും അറിയണ്ട. അവർക്ക് സമയത്തിന് ആഹാരവും ഭക്ഷണമൊക്കെ ഉണ്ട്, പൈസ ഉള്ളതുകൊണ്ട്. രണ്ട് കൂട്ടരുണ്ട്. അതുകൊണ്ട് അതിൽ കൂടെ നടത്തുന്ന കഷ്ടതയിൽ കൂടെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. അവൻ പട്ടിണി കിടത്തുന്ന ദൈവമല്ല. ദൈവത്തെ വിളിച്ചിറങ്ങി തിരിക്കുന്ന തൻ്റെ ജനത്തെ ഇതുവരെ പട്ടിണി കിടത്തത്തില്ല ദൈവം. കാരണം ദൈവം എന്തെങ്കിലുമൊക്കെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ അത്ഭുതക്കാരൻ എന്തായാലും ഉണ്ട്. സ്തോത്രം. കാരണം ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ട്, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നത് കൊണ്ട്, ആരാധനയ്ക്ക് വേണ്ടി നിൽക്കുന്നത് കൊണ്ട്, പ്രസംഗത്തിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ട്, ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നത് കൊണ്ട് ദൈവം മാനിക്കും. അനേക തലമുറകളെ പ്രൈസലാം ദൈവം മാനിച്ചിട്ടുണ്ട്.
ദൈവത്തെ ഇറങ്ങി തിരിച്ചുള്ള ഇന്നത്തെ തലമുറ ചെന്ന് ചിലയിടത്തൊക്കെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ പരിശുദ്ധമേ ഭയങ്കരമായ വീടും ഗേറ്റൊക്കെ എന്ന് പറഞ്ഞാൽ സീല് കൊണ്ട് പരിശുദ്ധമേ അല്ലെങ്കിൽ വില കൂടിയ സ്തോത്രം സീല് മേടിച്ച സ്റ്റീൽ കമ്പി കൊണ്ടാണ് ഗേറ്റുകൾ പണിഞ്ഞിരിക്കുന്നത്. കാറും പരിശുദ്ധമോ അങ്ങനെ പലവിധമായ രീതിയിലാണ്. ഇത് ദൈവം കൊടുക്കുന്ന, ചിലർക്ക് ദൈവം കനിഞ്ഞും കൊടുത്തിരിക്കുക സ്തോത്രം. എന്നാൽ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്, ശക്തീകരിക്കുന്ന ദൈവമാണ്, വിടിവിക്കുന്ന ദൈവമാണ്, സഹായിക്കുന്ന ദൈവമാണ്. അതിന് യാതൊരു സംശയമില്ല. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. കണ്ണുനീര് തൂകുമ്പോൾ മനസ്സിന് ദൈവമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലണം. ഇല്ലാതെ നമുക്ക് വിടുതൽ നൽകില്ല. വിടണം. സ്തോത്രം. വിട്ട് ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലണം. അപ്പോൾ ദൈവം നമ്മുടെ അരികിലേക്ക് വരും. പിശാച് വിട്ട് ഓടിപ്പോകും. ഹല്ലേലൂയ. സ്തോത്രം. പിശാച് ചില പദ്ധതിയായിട്ട് വരും. പക്ഷേ അവിടെയൊക്കെ പ്രീശലാമൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി കർത്താവ് നമ്മെ വിടിവിക്കുവാനായി തീരും. ദൈവത്തിൻ്റെ സകലവും കഴിയും. പ്രീശലോ അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കുക. ആലോചനകളാലെ നമ്മെ നിറയ്ക്കുന്ന ദൈവമാണ്. അഭിഷേകത്താൽ നമ്മെ നിറയ്ക്കുന്ന ദൈവമാണ്. പ്രയാസങ്ങളെ മാറ്റുന്ന ദൈവമാണ്. പ്രതികൂലങ്ങളെ മാറ്റുന്ന ദൈവമാണ്. കഷ്ടതകളെ മാറ്റുന്ന ദൈവമാണ്. ഈ സന്ദേശത്തിൽ കൂടെ അറിയിക്കുന്നത് സ്തോത്രം മുഖ്യമായ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അരികിലേക്ക് നാം ചെല്ലണം. ഒന്ന്, ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലണം. രണ്ട്, മുട്ടുമടക്കണം, പ്രാർത്ഥിക്കണം. ആലോചന ഏറ്റെടുത്ത് ജീവിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ വിടുതൽ നമുക്ക് കാണാൻ കഴിയും. ഈ ലോകത്തിൽ, എൻ്റെ ഭാഷ പറഞ്ഞ ഈ ഉലകത്തിൽ വിടുവിക്കുവാൻ ഒരുവന് മാത്രമേ കഴിയൂ, കർത്താവായ യേശു ക്രിസ്തുവിന്. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. അതുകൊണ്ട് ഹല്ലേലൂയ, ദൈവത്തിൻ്റെ അരികിലേക്ക് ഇറങ്ങി തിരിച്ചവരെയൊക്കെ ദൈവം വിടുവിച്ചിട്ടുണ്ട്, അനുഗ്രഹിച്ചിട്ടുണ്ട്. സ്തോത്രം. ദൈവം ഹല്ലേലൂയ തൻ്റെ കരമയച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. ആരെങ്കിലും എന്നിൽ നിൽക്കുന്ന പ്രിയരെ, ഈ ദൈവത്തെ വിട്ട് അന്യപ്പെട്ട് ഈ ലോകത്തിലേക്ക് ജീവിക്കുമെങ്കിൽ നിൻ്റെ ജീവിതം പരാജയത്തിലേക്ക് ചെന്നുപെടും. അതുകൊണ്ട് മടങ്ങി വന്ന് ഈ ദൈവത്തിൻ്റെ അരികിലേക്ക് വന്ന് മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നിന്നെ വിജയത്തിലേക്ക് നടത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. യഹോവയിൽ കഴിയാത്തൊന്നുമില്ല. വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനായ ദൈവമാണ്. വഴി വെച്ച് തള്ളുന്നവനല്ല. ഇന്നല്ലെങ്കിൽ നാളെ ദൈവത്തിൻ്റെ ഉയർച്ചയുടെ കരം വെളിപ്പെടും. നിൻ്റെ കഷ്ടതകളെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. നിൻ്റെ പ്രയാസങ്ങളെ മാറ്റുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഏത് ഭാരത്തിലായിരിക്കുന്നത് സ്തോത്രം. സഹോദരന്മാരുടെ പ്രലോഭനങ്ങളായിരിക്കുകയാണോ? സഹോദരന്മാരുടെ ഭീഷണിയിലായിരിക്കുകയാണോ? സഹോദരന്മാരുടെ ഏഷണിയിലായിരിക്കുകയാണോ? സഹോദരന്മാരുടെ ജീവിതത്തിൻ്റെ മേഖലകളായിരിക്കും മനുഷ്യരുടെ നുണ കേട്ടിരിക്കുകയാണോ? ഒന്നും ചെയ്യുവാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുകയാണോ? നീ എന്ത് ചെയ്തിട്ടും നിനക്ക് നല്ലൊരു വാക്കുപോലും പറയാതിരിക്കുകയാണോ? നിന്റെ ജോലി സ്ഥലത്ത് പ്രേക്ഷണം നിന്നെ അന്യപ്പെടുത്തി നിന്നെ പറഞ്ഞേക്കുവാൻ പിശാച് പദ്ധതിയിടുവാനോ? മുട്ടുമടക്കണം. ആ സമയങ്ങളിൽ മുട്ടുമടക്കണം. സ്തോത്രം. ഹല്ലേലൂയ. മുട്ടുമടക്കി ദൈവം വിജയം തരുവാൻ ശക്തനായ ദൈവമാണ്. പ്രേക്ഷണോ ഈ ദൈവത്തിന് കഴിയാത്ത ഒന്നുമില്ല എന്നുള്ളത് യാതൊരു സംശയമില്ല. സ്വർഗം എനിക്കും നിനക്കും വേണ്ടി പ്രവർത്തിക്കുവാൻ എഴുന്നേൽക്കുന്ന ദൈവമാണ്. ദൈവം എഴുന്നേൽക്കുന്നു, ശത്രു ചിതറിപ്പോകുന്നു. സ്വന്തം. അതുകൊണ്ട് ദൈവം എനിക്കും നിനക്ക് എഴുന്നേൽക്കും. പക്ഷേ നീ ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലണം. എങ്കിൽ മാത്രമേ ദൈവം എനിക്കും നിനക്ക് വേണ്ടി എഴുന്നേൽക്കും. ഒന്ന്, ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലുക. രണ്ട്, ദൈവം എഴുന്നേൽക്കും, പ്രവർത്തിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. സ്വർഗം തൻ്റെ ജനത്തിന് വേണ്ടി വിടുവിക്കുന്ന ദൈവമാണ്. സ്വർഗം തൻ്റെ കരം അയച്ച് പ്രവർത്തിക്കുന്ന ദൈവമാണ്. സ്വർഗം പ്രൈസലാമെ വിടുവിക്കുന്ന ദൈവമാണ്. ലോകത്തിൽ പ്രൈസലോ നമ്മെ വിടുവിക്കുവാൻ നസറേയനായ യേശുവിന് മാത്രമേ കഴിയൂ. അതുകൊണ്ട്
പ്രാർത്ഥനയാലും യാചനകളാലും വിഷയങ്ങളാലും അവൻ്റെ സൽമുട്ടുമടക്കി പ്രാർത്ഥിക്കുക. ദൈവം നമുക്ക് ജയം നൽകും. ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഗ്രഹിക്കുന്നു. ദൈവനാമത്തോണ്ടാകട്ടെ. ആമേൻ.